മോഹൻലാലിന്റെ സിനിമകൾക്ക് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന പ്രചരണം മലയാള സിനിമയിലുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള ആ ലോബിയിലെ പ്രധാനികളാണ് പ്രിയദർശനും സുരേഷ് കുമാറും എം.ജി. ശ്രീകുമാറും മണിയൻ പിള്ള രാജുവുമെന്നാണ് ആക്ഷേപം. എം.ജി. ശ്രീകുമാറിന്റെ പാട്ടില്ലാത്ത മോഹൻലാലിന്റെയും പ്രിയന്റെയും സിനിമ വിരളമാണ്. സൂപ്പർഹിറ്റായ തുടരും സിനിമയിൽ പോലും എം.ജി. ശ്രീകുമാറിന്റെ ഗാനമുണ്ട്. സുരേഷ് കുമാറിനും മണിയൻപിള്ളയ്ക്കും ഓരോ റോളും ലഭിച്ചു. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ രംഗത്തുവന്നിരിക്കെയാണ് നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജു. തന്നെ അഭിനയിപ്പിക്കണമെന്ന് മോഹൻലാൽ ഒരിക്കലും ശുപാർശ ചെയ്യാറില്ലെന്ന് മണിയൻപിള്ള പറയുന്നു. എന്നും ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന സൗഹൃദമാണ് മോഹൻലാലുമായുള്ളത്. എന്നാൽ ലാലുമായി ഒരു സിനിമ ഒരുമിച്ച് ചെയ്തിട്ട് 10 വർഷമായി. തിരുവനന്തപുരം ലോബി എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ ഇക്കാലയളവിൽ ലാൽ ചെയ്ത സിനിമയിലെല്ലാം ശുപാർശ ചെയ്യുമായിരുന്നില്ലേ എന്ന് മണിയൻപിള്ള ചോദിക്കുന്നു. മാർക്കറ്റുള്ള അഭിനേതാക്കൾക്കാണ് സിനിമയിൽ അവസരം ലഭിക്കുന്നത്, അല്ലാതെ ലോബി എന്നൊന്നില്ല. മോഹൻലാലുമായി ഏകദേശം 58 സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 2-3 ഒഴികെയുള്ള എല്ലാ സിനിമകളും 150 ദിവസം തിയേറ്ററിൽ ഓടിയിട്ടുണ്ടെന്നും മണിയൻപിള്ള പറഞ്ഞു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.